എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം ചോദിക്കട്ടെ. 70 വർഷം മുൻപ്, അതായത് 1951 ഇറങ്ങിയ ഒരു മാസികയ്ക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഹൈസ്പീഡ് ലൈഫിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടാവോ? കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നാം, അല്ലേ? പക്ഷേ നമ്മളിന്ന് അതാണ് നോക്കാൻ പോകുന്നത്. 1951 ഓഗസ്റ്റിലെ അഖണ്ഡ ജ്യോതി എന്നൊരു മാസികയുടെ താളുകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നോക്കാം അതിലെ അറിവുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ടോ എന്ന്. അപ്പോ ഇതാണ് നമ്മുടെ അത്താരം. 1951 ഓഗസ്റ്റിലെ അഖണ്ഡ ജ്യോതി മാസിക. ഈ കവർ കണ്ടോ? ഇതിൽ തന്നെ ഒരു കാലഘട്ടത്തിന്റെ കഥയുണ്ട്. ഇത് വെറുമൊരു പഴയ പേപ്പർ കഷ്ണമല്ല കേട്ടോ. 70 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ ചിന്തകളിലേക്കും അവരുടെ സ്വപ്നങ്ങളിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ടൈം മെഷീനാണിത്. ഇതിന്റെ പിന്നിലുള്ള ശക്തി ഇതിന്റെ സ്ഥാപകനായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ദർശനങ്ങളാണ്. അത് നമുക്ക് ഇതിന്റെ ഓരോ പേജിലും കാണാം. അപ്പോ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ്, അല്ലേ? ലോകം എത്രയേറെ മാറി, നമ്മുടെ ജീവിതരീതി മാറി, എന്നിട്ടും ഈ പഴയ വാക്കുകൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഈ അഖണ്ഡ ജ്യോതി അഥവാ അണയാത്ത ദീപം, അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും? ശരി, നമുക്ക് തിരഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നമ്മൾ 6 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോവുക. ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അത് പതിയെ പതിയെ ഒരു നല്ല സമൂഹത്തെ ഉണ്ടാക്കുന്നതിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് നോക്കും. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ശാശ്വത ജ്വാലയുടെ ജ്ഞാനം. അഖണ്ഡ ജ്യോതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അണയാത്ത ദീപം എന്നാണ്. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? വളരെ സിമ്പിളാണ്. ഓരോ വ്യക്തിയെയും അവർ വഴി സമൂഹത്തെ മൊത്തത്തിലും ഒരു നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു വെളിച്ചം അത് നമുക്കിതിന്റെ ഓരോ പേജിലും കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഭാഗം ആത്മശുദ്ധീകരണത്തിന്റെ പാത. ഈ മാസിക നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഏറ്റവും ലളിതമായ കാര്യവും ഇതുതന്നെയാവും. എന്താണെന്നല്ലേ? ലോകം നന്നാക്കാൻ പോകുന്നതിനു മുൻപ് ആദ്യം നമ്മൾ നമ്മളെ തന്നെ നന്നാക്കണം. ഏതൊരു വലിയ മാറ്റവും ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ അത് കർമ്മസിദ്ധാന്തമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനൊരു ഫലമുണ്ടാവും, തിരിച്ചു കിട്ടും. ഇന്നത്തെ കാലത്ത് നമ്മളിതിനെ അക്കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയും. ഇതൊരു പണിഷ്മെന്റോ റിവാർഡോ അല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആണ്. ഒന്നിനും ഒരു മറവിയുമില്ല, അത്ര തന്നെ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ ചെയ്ത തെറ്റുകളുടെ ഭാരം നമ്മൾ എങ്ങനെ കുറയ്ക്കും? അതിനൊരു വഴിയും ഈ മാസിക പറയുന്നുണ്ട്. ഗായത്രി മന്ത്ര സാധന. ശ്രദ്ധിക്കണം, ഇതൊരു വെറും പ്രാർത്ഥനയായിട്ടല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. മറിച്ച് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെന്റൽ റീസെറ്റ് ബട്ടൺ പോലെയാണ്. ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെയൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് ഫ്രഷായി തുടങ്ങാനുള്ളൊരവസരം. അടുത്തതായി വരുന്നൊരു കോൺസെപ്റ്റാണ് ത്യാഗം. ത്യാഗം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് നമ്മുടെ സ്വത്തുക്കളോ വീടോ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയല്ല, മറിച്ച് എല്ലാം എനിക്ക് വേണം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെയുള്ള നമ്മുടെ ഈഗോ ഇല്ലേ, അതിനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. ആ ഒരു ഭാരം നമ്മൾ താഴെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ഭാഗം നമ്മുടെ ആന്തരിക ലോകത്തെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുക? ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഈ 70 വർഷം പഴക്കമുള്ള മാസിക ഒരു അടിപൊളി സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് പോലെയായി മാറുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നുണ്ട്, അല്ലേ? 2 ശക്തികൾ തമ്മിൽ. ഒരു സൈഡിൽ തോൽക്കുമോ എന്നുള്ള പേടി, അയ്യോ നാട്ടുകാരെന്തു വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ. മാസിക ഇതിനെ ആന്തരിക ദുർബലത എന്നാണ് വിളിക്കുന്നത്. ഇനി മറ്റേ സൈഡിലോ? തോറ്റാലും കുഴപ്പമില്ല, മുന്നോട്ട് പോകാനുള്ള ധൈര്യം, സ്വന്തം കഴിവിലുള്ള വിശ്വാസം. അതാണ് യഥാർത്ഥ ആത്മീയ ശക്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കൂടുതൽ സമയവും ഇതിൽ ഏത് സൈഡിലാണ് നിൽക്കുന്നത്? ഇനി നോക്കൂ, മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ അല്ലെങ്കിൽ അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാൻ ഈ മാസിക പറയുന്ന 3 സിമ്പിൾ ടെക്നിക്കുകൾ. ഇതിനുവേണ്ടി വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സിനൊന്നും പോകേണ്ട. ഒന്നാമത്തേത് സഹാനുഭൂതിയോടെ മറ്റൊരാളെ കേൾക്കുക. രണ്ടാമത്തേത് ആത്മാർത്ഥമായി അവരെ അഭിനന്ദിക്കുക. മൂന്നാമത്തേത് ഒരു സ്വാർത്ഥതയുമില്ലാതെ അവരെ സഹായിക്കുക. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിലും നല്ലൊരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ക്ലാസ് വേറെ കിട്ടുമോ? അപ്പോൾ നമ്മൾ 4ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്, സമൂഹത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ്. ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ നന്നാക്കി, നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി. അതുമാത്രം മതിയോ? പോരാ. ആ ഒരു വ്യക്തിപരമായ മാറ്റം എങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സാമൂഹിക കാഴ്ചപ്പാടിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ?
അത് വേദാന്തം എന്ന ഒരു പുരാതന തത്വചിന്തയാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായ ആശയം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്: വസുധൈവ കുടുംബകം. അതായത് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. രാജ്യങ്ങളുടെ അതിർത്തികൾക്കോ മതങ്ങളുടെ മതിലുകൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. നമ്മളെല്ലാവരും ഒരേ ഒരു എനർജിയുടെ ഭാഗമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതാണതിൻ്റെ കാരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈയൊരു ചിന്ത നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? മുന്നിൽ നിൽക്കുന്ന ആളെ ഒരു ശത്രുവായിട്ടോ എതിരാളിയായിട്ടോ കാണുന്നതിന് പകരം നമ്മുടെ തന്നെ ഒരു ഭാഗമായി കണ്ടാൽ പിന്നെ അവിടെ വഴക്കിനും വെറുപ്പിനും എന്താ സ്ഥാനം? മാസികയുടെ വാദം ഇതാണ്: ലോകത്തുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ഒരേയൊരു പരിഹാരം ഈയൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുന്നതിലാണ് കിടക്കുന്നത്. ഇനി 5ാമത്തെ ഭാഗം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്: സാമൂഹിക അനാചാരങ്ങളെ വെല്ലുവിളിക്കൽ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് 1951, അതായത് 70 വർഷം മുൻപ് ഈ മാസിക എത്രത്തോളം വിപ്ലവകരമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അന്നത്തെ കാലത്ത് സമൂഹത്തിൽ ആരും ഉറക്കെ സംസാരിക്കാൻ പോലും മടിച്ചിരുന്ന ചില വിഷയങ്ങളിൽ വളരെ ധൈര്യത്തോടെ നിലപാടെടുത്ത ഒരു പ്രസിദ്ധീകരണമാണിത്. അതിലൊന്ന് സ്ത്രീ വിദ്യാഭ്യാസം. നമ്മൾ ഓർക്കണം, ഇത് 1951 സംസാരിക്കുന്നതെന്ന്. ഒരു സ്ത്രീ പഠിക്കുമ്പോൾ അവൾ വെറുതെ ഒരു വ്യക്തിയല്ല പഠിക്കുന്നത്, അവൾ 2 കുടുംബങ്ങളെയാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് ഈ മാസിക പറയുന്നു. എന്തുകൊണ്ടാ? കാരണം വിദ്യാഭ്യാസം കിട്ടിയ ഒരമ്മ ഒരു പുതിയ തലമുറയെ തന്നെയാണ് വാർത്തെടുക്കുന്നത്. ഇത് വെറുമൊരു സോഷ്യൽ റിഫോമല്ല, ഒരു രാഷ്ട്രത്തെ തന്നെ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയാണ്. എത്ര ദീർഘവീക്ഷണത്തോടെയാണ് അന്നിത് എഴുതിയിരിക്കുന്നത്. അടുത്തതായി അവർ തൊട്ട വിഷയം ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ക്യാൻസറുകളിലൊന്നാണ്: സ്ത്രീധനം. ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ മാരകമായ സമ്പ്രദായം എന്നാണ്. വെറുതെ ഒരു മോശം കാര്യമെന്നല്ല, മാരകം എന്നുതന്നെയാണ് അവർ അതിനെ വിളിക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ മുഴുവൻ ഗൗരവവും. ഈ വാക്കുകളുടെ ഒരു ശക്തി കണ്ടോ? വിവാഹം പോലെ പവിത്രമായ ഒരു ബന്ധത്തെ വെറുമൊരു കച്ചവടമാക്കി മാറ്റുന്ന, ഒരു പെൺകുട്ടിയെ ഒരു സാധനത്തെപ്പോലെ വിലയിടുന്ന ഈ ഒരു ദുരാചാരത്തെ ഒരു വിഷമായി തന്നെയാണ് മാസിക കാണുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 70 വർഷം കഴിഞ്ഞിട്ടും ഈ വാക്കുകൾക്ക് ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രസക്തിയുണ്ടെന്നതാണ്. അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്: ഇന്നത്തേക്കുള്ള കാലാതീതമായ പാഠങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ 70 വർഷം പഴക്കമുള്ള മാസികയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചുരുക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകെത്തുക എന്താണ്? യഥാർത്ഥ മാറ്റം അത് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ചിന്തകളെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും ക്ലിയറാവും. മറ്റുള്ളവരെ നമ്മളായി കാണാൻ തുടങ്ങുമ്പോൾ സമൂഹം താനെ നന്നാകും. അതിനൊപ്പം തന്നെ കാലം കഴിഞ്ഞ മോശമായ ചിന്തകളെയും ആചാരങ്ങളെയും ധൈര്യമായി ചോദ്യം ചെയ്യാനും നമുക്ക് കഴിയണം. കാരണം ഒരു നല്ല ലോകത്തേക്കുള്ള വഴി തുടങ്ങുന്നത് വേറെ എവിടെയുമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഈ ഒരു ജ്വാലയിൽ നിന്നാണ്, അല്ലേ? അഖണ്ഡ ജ്യോതി, അണയാത്ത ദീപം. ഇത് വെറുമൊരു കവറിലെ ചിത്രമല്ല, കാലത്തെയും ദേശത്തെയും അതിജീവിക്കുന്ന അറിവിൻ്റെ ഒരു പ്രതീകമാണിത്. ഭാഷ മാറും, സംസ്കാരം മാറും, പക്ഷേ മനുഷ്യന്റെ നന്മയെക്കുറിച്ചുള്ള, ശരിയെക്കുറിച്ചുള്ള അടിസ്ഥാന സത്യങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. അപ്പോൾ നമ്മുടെ ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. ഈ അറിവിൻ്റെ ജ്വാല, അതിൻ്റെ വെളിച്ചം, അതിപ്പോൾ നിങ്ങളുടെ കൈകളിലുണ്ട്. ഈ വെളിച്ചം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്കു ചുറ്റുമുള്ള ലോകത്തെയും കുറച്ചുകൂടി പ്രകാശമുള്ളതാക്കാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ആലോചിച്ചു നോക്കൂ.